ക്രിസ്തുമതം പ്രചരിപ്പിക്കുന്നതിനായി AD 4-ാം നൂറ്റാണ്ടിൽ ഇറാഖിലെ നിനേവയിൽ നിന്ന് മാർ ആബോ എന്ന മെത്രാപ്പൊലീത്ത സ്ഥാനമുള്ള പിതാവ് ഭാരതത്തിൽ എത്തിച്ചേർന്നു. അനേകം ദേശങ്ങളിൽ സഞ്ചരിച്ചുവെങ്കിലും അക്കാലത്തെ ജാതി മത വ്യവസ്ഥിതികളുടെ കാഠിന്യം മൂലം കാര്യമായി ഒന്നും തന്നെ പ്രവർത്തിക്കുവാൻ പിതാവിന് കഴിഞ്ഞില്ല. പിതാവിൻ്റെ സഞ്ചാരപഥത്തിൽ ഒരു ദിവസം വൈകുന്നേരം കടമറ്റം എന്ന ദേശത്ത് എത്തിച്ചേർന്നു. ദൂരയാത്ര ചെയ്ത് ക്ഷീണിതനായ പിതാവ് വിശപ്പടക്കുന്നതിനും രാത്രി കഴിച്ചുകൂട്ടുന്നതിനുമായി ചെറ്റക്കുടിലിൽ കയറി ചെന്നു. ആ കുടിലിൽ അമ്മയും ഒരു മകനും മാത്രമേ ഉണ്ടായിരുന്നു. വ്യത്യസ്തമായ വേഷഭൂഷാദികളും ഭാഷയുമുള്ള പിതാവിനെ അവർ സ്നേഹത്തോടെ സ്വീകരിച്ചുവെങ്കിലും ദിവസങ്ങളായി പട്ടിണിയിലായിരുന്ന ആ അമ്മയ്ക്കും മകനും മാറാബോ പിതാവിന് ഒന്നും നൽകുവാൻ കഴിഞ്ഞില്ല. കാലിയായ അരിവട്ടിയിൽ നിന്ന് ഒരു അരിമണിയെടുത്ത് പ്രാർത്ഥിച്ച് മാറാബോ പിതാവ് കലത്തിലിട്ടു. നിമിഷങ്ങൾക്കകം പാത്രം നിറയെ ചോറ് തിളച്ചുമറിഞ്ഞു. വളരെ സന്തോഷത്തോടെ വയർ നിറയെ ഭക്ഷണം കഴിച്ച ആ അമ്മയും മകനും തങ്ങളുടെ കുടിലിൽ എത്തിയിരിക്കുന്നത് ഒരു ദിവ്യനാണെന്ന സത്യം മനസ്സിലാക്കി. അന്ന് നാട് ഭരിച്ചിരുന്ന ഐക്കുന്നത്ത് കർത്താവിൻ്റെ ഏക മകൾ പൈശാചിക ബാധ മൂലം കഠിനമായ ചിത്തഭ്രമത്താൽ ചെങ്ങലകളാൽ തളയ്ക്കപ്പെട്ട അവസ്ഥയിൽ കഴിയുകയായിരുന്നു. വൈദ്യന്മാരുടെയും മന്ത്രവാദികളുടെയും ചികിത്സകളൊന്നും ഫലിച്ചില്ല. തൻ്റെ കുടിലിലെത്തിയിരിക്കുന്നത് ഒരു ദിവ്യനാണെന്ന് മനസ്സിലാക്കിയ ആ വൃദ്ധ വിധവ തൻ്റെ യജമാനൻ്റെ മകളുടെ അസുഖത്തെക്കുറിച്ച് മാർ ആബോ പിതാവിനോട് സംസാരിച്ചു. പിറ്റേ ദിവസം രാവിലെ തന്നെ പിതാവിനെ നാടുവാഴിയായ ഐക്കുന്നത്ത് കർത്താവിൻ്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുപോയി. മാർ ആബോ പിതാവിൻ്റെ പ്രാർത്ഥനാ ശക്തിയാൽ നാടുവാഴിയുടെ മകളുടെ ചിത്തഭ്രമം പൂർണ്ണമായി സുഖപ്പെടുകയും നാടുവാഴിയും കുടുംബവും ക്രിസ്തുമതം സ്വീകരിക്കുകയും ചെയ്തു. മകളുടെ അസുഖം മാറിയതിൽ സന്തുഷ്ടനായ നാടുവാഴി മാർ ആബോ പിതാവിൻ്റെ ഇംഗിതം മനസ്സിലാക്കി പരിശുദ്ധ കന്യാമറിയാം അമ്മയുടെ നാമധേയത്തിൽ ഒരു പള്ളി നിർമ്മിച്ച് പാരിതോഷികമായി നൽകി. അങ്ങനെ മാർ ആബോ പിതാവിനാൽ സ്ഥാപിതമായതാണ് ഇന്നത്തെ കടമറ്റം വലിയ പള്ളി. പിതാവിൻ്റെ പ്രാർത്ഥനാ ശക്തിയാൽ ധാരാളം അത്ഭുതങ്ങൾ നടക്കുന്നു എന്ന് മനസ്സിലാക്കിയ അനേകർ ക്രിസ്തുമതം സ്വീകരിച്ചു. നാടുവാഴി പതിവിന് ധാരാളം പശു നാൽക്കാലി സമ്പത്തും സഹായിയായി വിധവയുടെ മകനെയും നൽകി. വിധവയുടെ മകൻ ക്രിസ്തുമതം സ്വീകരിച്ച് പൗലോസ് എന്ന ശെമ്മാശനായി. പശുക്കളെ മേയ്ക്കാനായി കാട്ടിൽ പോയ പൗലോസ് ശെമ്മാശൻ ഉൾവനത്തിലെ നരഭോജികളായ ഗുഹാവാസികളാൽ പിടിക്കപ്പെട്ടു. കാട്ടിൽ നിന്ന് പിടിക്കപ്പെട്ട് ഗുഹയിലെത്തിക്കുന്ന എന്തിനേയും ഗുഹാവാസികൾ കാട്ടുമൂപ്പൻ്റെ അനുവാദത്തോടെ കൊന്നു പങ്കിട്ട് ഭക്ഷിക്കുകയാണ് പതിവ്. ഗുഹാവാസികൾ തന്നെ കൊല്ലുമെന്ന് മനസ്സിലാക്കിയ ശെമ്മാശൻ ദൈവത്തോട് കഠിനമായി പ്രാർത്ഥിച്ചു. മനസ്സലിവ് തോന്നിയ മൂപ്പൻ ശെമ്മാശനെ കൊല്ലുവാൻ അനുവദിക്കാതെ അവരിൽ ഒരാളായി ചേർത്തു. വിശ്വസ്തനും സത്യസന്ധനുമാണെന്ന് മനസ്സിലാക്കിയ മൂപ്പൻ ശെമ്മാശനെ തൻ്റെ അനന്തരാവകാശിയാക്കുവാൻ ആഗ്രഹിച്ചു. ഗുഹാവാസികളുടെ മൂപ്പനാകേണ്ടവൻ അറിഞ്ഞിരിക്കേണ്ടതായ മന്ത്രവാദവും ഇന്ദ്രജാലവും മഹേന്ദ്രജാലവും എല്ലാം വിശദമായി മൂപ്പനിൽ നിന്ന് ശെമ്മാശൻ അഭ്യസിച്ചു. തൻ്റെ മകളെ വിവാഹം ചെയ്ത് അനന്തരാവകാശിയാക്കണമെന്ന മൂപ്പൻ്റെ ആഗ്രഹം ശെമ്മാശനെ വേദനിപ്പിച്ചു. തനിക്ക് ഒരിക്കലും നരഭോജികളുടെ മൂപ്പനായി ഗുഹാവാസിയായി കഴിയാനാവില്ലെന്നും തൻ്റെ മാതാവിനെയും മാർ ആബോ പിതാവിനെയും കാണുവാൻ അതിയായ ആഗ്രഹമുണ്ടെന്നും മൂപ്പൻ ശെമ്മാശനെ ധരിപ്പിച്ചു. ഇത് മനസ്സിലാക്കിയ ഗുഹാവാസികൾ ശെമ്മാശന് കാവലേർപ്പെടുത്തി. ഏറെ നാൾ കഴിഞ്ഞിട്ടും മനം മാറ്റം സംഭവിക്കാത്തതിനാൽ മൂപ്പൻ ശെമ്മാശന് തിരികെ പോകുവാൻ മൗനാനുവാദം നൽകി. എന്നാൽ ശെമ്മാശനു വേണ്ടി ഗുഹാവാസികളുടെ നിയമം ലംഘിക്കപ്പെടുവാൻ മൂപ്പന് പ്രയാസമായതിനാൽ ഗുഹയിൽ നിന്ന് പഠിച്ചതൊന്നും പുറം ലോകത്ത് പഠിപ്പിക്കില്ല എന്ന് സത്യം ചെയ്യിച്ചു. രാത്രിയാമത്തിൽ കാവൽക്കാരെ ഉറക്കി രക്ഷപ്പെട്ടുകൊള്ളുവാൻ മൂപ്പൻ ശെമ്മാശനെ ഉപദേശിച്ചു. മൂപ്പനിൽ നിന്ന് പഠിച്ച വിദ്യ പ്രയോഗിച്ച് കാവൽക്കാരെ ഉറക്കി ശെമ്മാശൻ ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ട് കടമറ്റം പള്ളിയെ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ശെമ്മാശൻ രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കിയ ഗുഹാവാസികൾ അദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുപോകുവാനായി പുറകെ എത്തി. പുലരാറായപ്പോൾ പൂട്ടിക്കിടന്ന പള്ളിയുടെ മുന്നിലെത്തിയ ശെമ്മാശൻ പരിശുദ്ധ കന്യാമറിയം അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പൂട്ടിക്കിടന്ന വാതിൽ താനെ തുറക്കുകയും ശെമ്മാശൻ പള്ളിക്കകത്ത് പ്രവേശിക്കുകയും ചെയ്തു. ശെമ്മാശനെ തിരികെ കൊണ്ടുപോകുവാൻ സാധിക്കാത്തതിൽ കോപിഷ്ഠനായ ഗുഹാവാസികൾ കയ്യിൽ കരുതിയിരുന്ന ഇരുമ്പ് ചെങ്ങല കൊണ്ട് പള്ളിയുടെ ഭിത്തിയിൽ ആഞ്ഞടിച്ചു. നേരം പുലർന്നു തുടങ്ങിയതിനാലും ശെമ്മാശൻ പള്ളിക്കകത്തായതിനാലും ഗുഹാവാസികൾ നിരാശരായി തിരികെ പോയി. സ്വന്തം മകനെ പോലെ സ്നേഹിച്ചു വളർത്തിയ ശെമ്മാശനെ തിരികെ ലഭിച്ചതിൽ അതീവ സന്തുഷ്ടനായ മാർ ആബോ പിതാവ് ശെമ്മാശന് അച്ചംപട്ടം നൽകി കടമറ്റത്തിൻ്റെ പൂർണ്ണ ചുമതല ഏൽപ്പിച്ചു. ക്രിസ്തുമതം അറിയിക്കുവാനാണ് തൻ്റെ ലക്ഷ്യമെന്നും അതിനാൽ കടമറ്റത്ത് നിന്ന് യാത്രയാവുകയാണെന്നും പിതാവ് പൗലോസ് അച്ഛനെ അറിയിച്ചു. പിതാവിനെ പിരിയുന്നതിൽ അതീവ ദുഃഖിതനായ പൗലോസ് അച്ഛൻ പിതാവിൻ്റെ യാത്രയെ നിരുത്സാഹപ്പെടുത്തി. പൗലോസിൻ്റെ ദുഃഖം മനസ്സിലാക്കിയ മാർ ആബോ പിതാവ് തൻ്റെ കയ്യിൽ അണിഞ്ഞിരിക്കുന്ന മുദ്രാമോതിരം പൗലോസ് അച്ഛൻ്റെ കയ്യിൽ ഇട്ടുകൊടുത്തു. ഈ മോതിരം ഊരി വീഴുന്ന നിമിഷം താൻ കാലം ചെയ്തുവെന്നും മോതിരം തിരികെ എടുത്ത് അണിഞ്ഞ് എന്നെ അന്വേഷിച്ചിറങ്ങിയാൽ എൻ്റെ അടുക്കൽ എത്തിച്ചേരുവാൻ കഴിയുമെന്നും പൗലോസിന് വരം നൽകി.
മാറാബോ പിതാവ് കടമറ്റത്ത് നിന്ന് യാത്രയായി. ക്രിസ്തുമതം അറിയിക്കുന്നതിനായി കടമറ്റത്ത് നിന്ന് യാത്ര തിരിച്ച മാറാബോ പിതാവ് കൊല്ലം തേവൽക്കരയിൽ എത്തിച്ചേർന്നു. അവിടെ ഒരു ഹൈന്ദവ കുടുംബത്തിൽ താമസിച്ച് ആ കുടുംബാംഗങ്ങളെ നേത്രവൈദ്യം അഭ്യസിപ്പിച്ചു. ആ കുടുംബവും ദേശവാസികളും ക്രിസ്തുമതം സ്വീകരിക്കുകയും അവിടെ പരിശുദ്ധ കന്യാമറിയമിൻ്റെ നാമധേയത്തിൽ ഒരു പള്ളി പണിയുകയും ചെയ്തു. ആ പള്ളിയാണ് തേവൽക്കര വിശുദ്ധ മാർത്താ മറിയം ഓർത്തഡോക്സ് പള്ളി എന്ന് അറിയപ്പെടുന്നത്. മാറാബോ പിതാവിൽ നിന്ന് നേത്രവൈദ്യം പഠിച്ച കുടുംബമാണ് പ്രശസ്തരായ തേവൽക്കര കണ്ണുവൈദ്യർ. പൗലോസ് അച്ഛൻ ധരിച്ചിരുന്ന മുദ്രാമോതിരം ഒരു ദിവസം ഊരി വീഴുകയും അതിൻ്റെ പൊരുൾ മനസ്സിലാക്കിയ അച്ഛൻ തൻ്റെ ഗുരുവിനെ അന്വേഷിച്ച് യാത്ര തിരിച്ചു. അനേക ദൂരം യാത്ര ചെയ്ത് പൗലോസ് അച്ഛൻ തേവൽക്കരയിൽ വിശുദ്ധ മാർത്താ മറിയം പള്ളിയുടെ മദ്ബഹയുടെ വടക്ക് പടിഞ്ഞാറ് വശത്തെ മാറാബോ പിതാവിൻ്റെ കബറിടത്തിൽ എത്തിച്ചേർന്നു. തൻ്റെ ഗുരുവിൻ്റെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണുവാൻ സാധിക്കാത്തതിൽ അതീവ ദുഃഖിതരായ പൗലോസ് അച്ഛൻ ഗുരുവിൻ്റെ കബറിടത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ ഖബറിൽ നിന്ന് ഗുരുവിൻ്റെ വലത് കരം വേർപെട്ട് ഉയർന്നു വന്നു. ഗുരു തൻ്റെ സാമീപ്യം മനസ്സിലാക്കിയതിൽ സന്തുഷ്ടനായ പൗലോസ് അച്ഛൻ ഉയർന്നു വന്ന ഗുരുവിൻ്റെ വലത് കരം ഭക്തിയാദരവോടുകൂടി കടമറ്റത്ത് കൊണ്ടുവന്ന് പള്ളിയുടെ മദ്ബഹയുടെ തെക്കേ ഭിത്തിയിൽ അടക്കം ചെയ്യുകയും അവിടെ പേർഷ്യൻ കുരിശ് സ്ഥാപിക്കുകയും ചെയ്തു. പൗലോസ് അച്ഛൻ തൻ്റെ ഗുരുവായ ആബോ പിതാവിൽ നിന്നും പഠിച്ച ദൈവിക സിദ്ധികളും ഗുഹാമൂപ്പനിൽ നിന്ന് പഠിച്ച വിദ്യകളും ഉപയോഗിച്ച് സമൂഹ നന്മയ്ക്ക് എതിരെ നിലകൊണ്ടിരുന്ന പൈശാചിക ശക്തികളെ ഉന്മൂലനം ചെയ്ത അദ്ഭുത സംഭവങ്ങൾ വിവരിച്ചാൽ ഒടുങ്ങാത്തവയാണ്. പൗലോസ് അച്ഛൻ കടമറ്റത്ത് കത്തനാരെന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. ആശ്രയമായവർക്ക് ആശ്രയമാകുന്നിടമാണ് കടമറ്റം പള്ളി. കടമറ്റത്ത് കത്തനാരായ പൗലോസ് അച്ഛൻ്റെ ഭൗതിക ശരീരം കടമറ്റം വലിയ പള്ളിയുടെ ഉള്ളിൽ വടക്ക് വശത്ത് കബറടക്കിയിരിക്കുന്നു. മാർ ആബോ പിതാവിനാൽ പരിശുദ്ധ കന്യാമറിയം അമ്മയുടെ നാമധേയത്തിൽ സ്ഥാപിതമായ കടമറ്റം പള്ളി പിന്നീട് വിശുദ്ധ ഗീവർഗീസ് സഹാദായയുടെ നാമധേയത്തിലേക്ക് മാറ്റപ്പെട്ടു. കടമറ്റത്ത് കത്തനാരായി തീർന്ന പൗലോസ് അച്ഛൻ ജനിച്ചു വളർന്ന വീട് സ്ഥിതി ചെയ്യുന്നിടത്ത് പിന്നീട് പണി കഴിപ്പിച്ച പള്ളിയാണ് പോയേടം പള്ളി. വലിയ പള്ളിയിൽ നിന്ന് 150 മീറ്റർ ദൂരം മാറി വടക്ക് കിഴക്ക് ദിശയിലാണ് പോയേടം പള്ളി. പോയേടം പള്ളിയോട് ചേർന്ന് വടക്ക് ഭാഗത്തായി പോയേടം കിണറും സ്ഥിതി ചെയ്യുന്നു.